That's a big thing. നെഞ്ചിടിപ്പ് അറിയാം. ബോട്ടനെ അത് പറയാനുള്ള വേറൊരു കാരണം കൂടിയുണ്ട്. നല്ല ഭംഗിയ കാണാൻ. വൈ നോട്ട് അല്ലേ? വിലക്ക് വേണ്ടിയ സ്പ്രേക്ക് എന്താണ് ഒരു സ്മെല്ലും ഇല്ലാത്തത്. തീവ്രവാദിയാന്ന് പറയും. സാധനം നിങ്ങളെ കാണിച്ചു തരാറുണ്ട്. കുറച്ചധികം പ്രശ്നങ്ങളും ഇതിന്റെ ബാക്കിലൊക്കെ ഉണ്ടായിരുന്നു. ഹേ ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു റോയ്സ് സ്റ്റോക്ക് സ്ട്രീറ്റ്. ഇന്ന് നമ്മള് ഒരു സ്ഥലം വരെ പോവാണ്. പാലിയിലേക്കാണ്. നമ്മുടെ ഫസ്റ്റ് ഇന്റർനാഷണൽ ട്രിപ്പാണ്. നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് കല്യാണം കഴിഞ്ഞിട്ട് ഫസ്റ്റ് ട്രാവൽ ചെയ്യാൻ വേണ്ടി പോവാണ്. അതുകൊണ്ട് തന്നെ കുറച്ചധികം പ്രശ്നങ്ങളും ഇതിന്റെ ബാക്കിലൊക്കെ ഉണ്ടായിരുന്നു. അതെന്താന്ന് ഞാൻ വഴിയെ പറഞ്ഞാൽ ഇപ്പൊ 6:22 ഫ്ലൈറ്റ്. ഊബർ വിളിച്ചിട്ട് ഇവിടുന്ന് ഒരു ഹാഫ് ആൻ അവർ ഉണ്ട്. ഗോൾഡ് കോസ്റ്റ് എയർപോർട്ടിൽ നിന്ന് നമ്മൾ പോകാൻ പോകണം. ഡ്രൈവർ ചേട്ടനായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ചേട്ടൻ നോർത്ത് ഇന്ത്യ എന്നാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എന്റെ അടുത്ത് വ്ലോഗ് എടുക്കാണെന്ന് ചോദിച്ചോട്ട് എന്റെ അടുത്ത് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ പറയോ. ലൈക്ക് നമ്മൾ ട്രിപ്പ് തുടങ്ങിയപ്പോൾ നല്ല വൈബാണ്. എന്തായാലും ഈ വൈബ് ലാസ്റ്റ് പോലെ ഇതുപോലെ ലൈക്ക് അവസാനം വരെ ഇതുപോലെ തന്നെ നടക്കട്ടെ എന്നുള്ള വിശ്വാസം കൊണ്ട് എന്തായാലും നമ്മൾ എന്തായാലും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എയർപോർട്ടിൽ ചെന്നിട്ടുള്ള ബാക്കി കാഴ്ചകളും സംഭവങ്ങളും പറഞ്ഞുതരാം. He is IT, but she is not nurse. That's a big thing. Thank you so much. Yeah, you too. Thank you so much. Share and comment. നമ്മളെന്തായാലും ഗോൾഡ് കോസ്റ്റ് എയർപോർട്ടിൽ വന്നു കഴിഞ്ഞു. ഇതാണ് ഗോൾഡ് കോസ്റ്റ് എയർപോർട്ടിന്റെ അകം. നമ്മളിപ്പോ ബാഗ് ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി എത്തിയേക്കാം അവിടെ. നമുക്കപ്പോൾ ഇന്റർനാഷണൽ ഡിപ്പാർച്ചേഴ്സിലേക്ക് പോകാനുള്ള ഗേറ്റ് നമ്പർ 40 ആണ്. നമുക്കറിയില്ല ഗേറ്റ് 17 to 40 അങ്ങോട്ടേക്കാണ്. ഞാൻ ഓൾറെഡി ഇന്നലെ എൻ്റെ സൗണ്ട് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യണം. 2 ദിവസമായിട്ട് സിക്കായിരുന്നു. ഹോസ്പിറ്റലിലൊക്കെ പോയി കുറച്ച് കോൾഡും അങ്ങനെ ഫീവറിൻ്റെ സ്റ്റാർട്ടിങ് അങ്ങനെയൊക്കെ ആയിട്ട് പിടിച്ച് നമ്മൾ വിചാരിച്ച് ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ പോസ്റ്റ്പോൺ ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കി കഴിഞ്ഞപ്പോൾ നല്ല വലിയൊരു പ്രൈസ് ഡിഫറൻസ് നമ്മൾ കണ്ടുകൊണ്ട് നമ്മൾ പിന്നെ വിചാരിച്ചു നോക്കി പോവാം, കുഴപ്പമൊന്നുമില്ല. ഇതിനേക്കാൾ വലിയ സ്ഥലങ്ങളിൽ വന്നിട്ട് ആൾക്കാർ ട്രാവൽ ചെയ്തിട്ടുണ്ട്. സ്റ്റിറോയിഡൊക്കെ തന്ന് ആ ഒരു വൈറസിനെ സപ്രസ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മളിങ്ങോട്ട് കയറ്റി വിട്ടത്. മാസ്ക് വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ അടുത്ത്. അതല്ലാതെ ഒരു തൊപ്പിയും ഇതൊക്കെ വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ജമ്പറൊക്കെ ഇട്ട് ഇറങ്ങിയത്. പിന്നെ താങ്ക്ഫുള്ളി വേറെ കുഴപ്പമൊന്നും ഒരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്നാണ് നമ്മൾ വിചാരിക്കണം. കുഴപ്പമൊന്നുമില്ല. എൻ്റെ നോസ് ചെറുതായിട്ട് ബ്ലോക്ക് ആവുന്നുണ്ട്. ഇതൊക്കെ നോക്കാം. നമുക്ക് ഗേറ്റ് 40യിലേക്കാണ് പോകേണ്ടത്. നമ്മൾ ഓൾമോസ്റ്റ് ഇവിടെ എത്തിക്കഴിഞ്ഞു. ഒരു 1 hourന്റെ അടുത്തുണ്ട് നമുക്ക് നമ്മുടെ ഫ്ലൈറ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ വിചാരിച്ച് വെള്ളം കുഴപ്പമുണ്ടാവില്ല, പക്ഷേ MTO ബോട്ടിൽസ് കയറുന്ന എഴുതിയാണ് വെക്കേണ്ട വരുമെന്ന് എനിക്ക് തോന്നുന്നു. ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്യുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം എനിക്ക് തോന്നുന്നു ഏറ്റവും ഭയങ്കര നെഞ്ചിടിപ്പ് അറിയുക ആ ഒരു സംഗതി. നമ്മളവിടെ സെക്യൂരിറ്റി ചെക്കൊക്കെ കഴിഞ്ഞ് എന്നെ നല്ലൊരു ക്രീം നീ അവിടെ ടാറ്റ ബൈബൈ കൊടുത്ത് പോണേക്കാളും മുമ്പ് ഞാൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു ഇച്ചിരി ഒന്ന് തരാൻ പോകുന്നു. ഞാൻ ചുമ്മാ കയ്യിലൊക്കെ പറ്റി. അപ്പോൾ ആ ഒരു 1 hourനുള്ളിൽ കുറച്ച് ഫ്ലൈറ്റ്സ് ഒക്കെ വന്നിരിപ്പുണ്ട്. നമ്മളപ്പോൾ ഇവിടുത്തെ ഡിപ്പാർച്ചറിൻ്റെ ഗേറ്റിൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ ഞാൻ നിങ്ങളെ ഇവിടുത്തെ പുറത്തുള്ള കാഴ്ച കാണിച്ചു തരാം. നല്ല ഭംഗിയാണ് കാണാൻ. ഇവിടെ ഗ്ലാസ് ഇട്ടുകൊണ്ട് അത്ര ക്ലിയർ ആവത്തില്ല. ഇപ്പോൾ ഒരു ഫ്ലൈറ്റ് ഇവിടെ ജെറ്റ് സ്റ്റാർ വന്നിട്ടുണ്ട്. നേരെ ഒരു വെർജിൻ ഓസ്ട്രേലിയ അവിടെ വന്ന് കിടക്കുന്ന മൗണ്ടെയിൻസ് ഒക്കെ ആയിട്ടും നല്ല ഭംഗിയായിട്ട് കാണാൻ. നല്ല വ്യൂ ആണ് ബാക്ക് ചെയ്ത് കാണാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഫ്ലൈറ്റാണ് 10 past. നമുക്കത് 17:50 ഫ്ലൈറ്റ്. നമ്മൾ ഒരു കോഫി കുടിക്കാമെന്ന് വിചാരിച്ചു. മീഡിയം ഷോട്ട് ലാർജ് കോഫി മേടിക്കാം നമുക്ക് ഇവിടെ നിന്ന്. ആദ്യം ചിക്കൻ ബർഗറാണ് പറഞ്ഞത്, പക്ഷേ ചിക്കൻ ബർഗർ ഉണ്ടായില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു ചിക്കൻ ടർക്കിഷ് 1 ഓർഡർ ചെയ്ത്. അപ്പം അതും കൂടെ കഴിച്ചൊരു ചായ എല്ലാവരുടെയും പറഞ്ഞു കോഫി കുടിക്കണം അത്ര നല്ലതല്ല എന്ന് പറഞ്ഞു. ഇതിൻ്റെ ഉള്ളിൽ എന്താന്ന് നോക്കണം. സാലഡും ചിക്കൻ്റെയും ഒരു ഇതാണ് ഉണ്ടായിരുന്നത്. ഷാരോണിന് ഒരു സമാധാനം ഇല്ലാത്തതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ലാപ്ടോപ്പൊക്കെ എടുത്ത് കുത്തി വെക്കില്ലെങ്കിൽ ഒരു സമാധാനം ഇല്ല അല്ലേ വന. അവളിത് 2ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ലതാണോ? കുടിച്ചു നോക്കാം. ഞാൻ ആദ്യമായിട്ട് ഇവിടുത്തെ ചായ ലാറ്റ് കുടിക്കണേ. കുഴപ്പമില്ല, ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടത്. കുഴപ്പമില്ല. ഷാരോ വെള്ളം കൊടുക്കാൻ വേണ്ടി പോയേക്കും. ബോട്ടനെ അത് പറയാനുള്ള വേറൊരു കാരണം കൂടിയുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കല്യാണം കഴിയുമ്പോൾ അങ്ങനെ ഹണിമൂണിനൊന്നും പോയിട്ടില്ല. പോകാമെന്ന് വിചാരിച്ച് കഴിഞ്ഞിട്ട് നമുക്കങ്ങനെ നടന്നൊന്നും ഇല്ലായിരുന്നു. പിന്നെ നമ്മൾ വിചാരിച്ചു എന്തായാലും ഞാനിപ്പോൾ എന്തായാലും ഓൾമോസ്റ്റ് ഒരു 90% ഓക്കെ ആയി. വേറെ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല. ജസ്റ്റ് ഒരു നോർമൽ കോൾഡ് പോലെയാണ്. കാരണം നമ്മുടെ ഇവിടെ വെതറൊന്ന് പെട്ടെന്നൊന്ന് ചേഞ്ച് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ കൊണ്ട് ബോഡിക്ക് ഒന്ന് അത് അഡാപ്റ്റ് ചെയ്ത് വരാൻ വേണ്ടിയിട്ടുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ. സെറ്റാവും അങ്ങനെ
അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ ഇന്ന് ഹണിമൂൺ കഴിഞ്ഞിട്ട് ലൈക്ക് ഹണിമൂൺ എന്ന് പറഞ്ഞപ്പോഴേക്ക് പോയിട്ടില്ല. അപ്പോൾ ഇതൊരു ഹണിമൂൺ ട്രിപ്പ് എന്നുള്ള രീതിയിൽ പോവാമെന്ന് വിചാരിച്ചാണ്. ഹണിമൂൺ എന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മളങ്ങനെ ഇങ്ങനെ വിചാരിച്ചിരിപ്പോൾ നമ്മുടെ എന്തായാലും ആനിവേഴ്സറി ആണ് ജാനിൽ. അപ്പോൾ അതിനോടനുബന്ധിച്ചുള്ളൊരു ട്രിപ്പ് എന്നുള്ള രീതിക്കാണ് ഞങ്ങളിത് പ്ലാൻ ചെയ്യുന്നത്. എക്സ്പെൻസീവ് ഗിഫ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നേക്കാൾ നല്ലതാണ് ഒരു നല്ലൊരു ഇൻ്റർനാഷണൽ ട്രിപ്പ് പോകണത്. വൈ നോട്ട് അല്ലേ? അന്ന് ബാലി വരേക്കും 6.5 hours ആണ്. 6 hours 20 minutes ആണ് നമുക്ക് ട്രാവൽ ഉള്ളത്. അത് ഫൈനാണ്, കുഴപ്പമില്ല. ഇതിവിടെ ഗോൾഡ് കോസ്റ്റ് എയർപോർട്ടിലെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പാണ്. ഞാൻ അടുത്തതും കാണിച്ചു തരാം നിങ്ങളെ. കുറേ ലിക്കർ ബോട്ടിൽസ് ഒക്കെ ഇരിപ്പുണ്ട്. ഇങ്ങനെ ബ്രാൻഡുകളുടെ പേരൊന്നും അറിയാൻ പാടില്ല, പക്ഷെ അങ്ങനെ കുറച്ച് ബോട്ടിൽസും സംഭവങ്ങളൊക്കെ ഇരിപ്പുണ്ട്. ചിന്നിരിപ്പുണ്ട് ഇവിടെ. പണ്ട് ലോക്ക്ഡൗണിൻ്റെ ടൈമിൽ ഇങ്ങനത്തെ ഓരോരോ വെറൈറ്റി ഷേപ്പുകളുള്ള കുപ്പികളൊക്കെ നമ്മൾ തപ്പി കണ്ടുപിടിച്ച് പെയിൻ്റ് അടിച്ച് അങ്ങനെ പരിപാടികളൊക്കെ ചെയ്യാറുണ്ട്. അതാണ് ഇതൊക്കെ കാണുമ്പോൾ ഓർമ്മ വരണത്. പിന്നെ ഓരോ ബ്രാൻഡിൻ്റെ പെർഫ്യൂംസും സ്റ്റിക്കും ഷെയ്ഡും സംഭവങ്ങളൊക്കെ ഇവിടെ ഒരു സൈഡിലായിട്ടുണ്ട്. ഇത് ഭയങ്കര പോപ്പുലറായിട്ടുള്ളൊരു പെർഫ്യൂമാണത്. ട്രൈ ചെയ്ത് നോക്കണം. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. വേറൊരു കാര്യം മറന്നുപോയി. ഞാൻ എൻ്റെ കോൾഡൊക്കെ വന്നിട്ട് എൻ്റെ മൂക്കടഞ്ഞിരിക്കുകയാണ്. അതിനോടത്ത് ഇത്രയും വില കൂടിയ സ്പ്രേക്ക് എന്താണ് ഒരു സ്മെല്ലും ഇല്ലാത്തത്. ഒരു 5 വർഷം മുമ്പായിരുന്നെങ്കിൽ എല്ലാവരും പറഞ്ഞ കൊറോണയായിരുന്നു. ഫ്ലൈറ്റിൽ കയറിയിട്ട് കാണാം. ഇവിടെ ഒരാൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഷെയറോടെ ഹാൻഡ് ഓവർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇല്ല പിന്നെ നമ്മുടെ ഇല്ല ഫാസ്റ്റാണ്. നമ്മൾ പോണ എയർപോർട്ടിൻ്റെ പേര് JQ93 അതാണ് നമ്മുടെ ഫ്ലൈറ്റ്. ഇപ്പം ഗേറ്റ് 40ലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ കുറച്ച് പേരുള്ള ഫ്ലൈറ്റിൽ എന്താണെന്ന് അറിയാൻ പാടില്ല. കാരണം സാധാരണ നമ്മൾ ഏത് ഫ്ലൈറ്റ് എടുത്താലും അതെന്തായാലും ഈ ഗേറ്റിൻ്റെ ഇവിടെയൊക്കെ ഓൾമോസ്റ്റ് എല്ലാം ഫില്ലായിരിക്കും. സംഭവങ്ങളും ഓസ്ട്രേലിയയിൽ നിന്ന് നമ്മൾ കഴിഞ്ഞ് ഗോൾഡ് കോസ്റ്റ് എയർപോർട്ടിൽ നിന്ന് നമ്മൾ ടാറ്റാ ബൈ പറഞ്ഞ് നമ്മൾ പോവാണ്. പാത്വേ എന്ന് കാണിച്ചു തരാം നിങ്ങൾ. ആ ഫ്ലൈറ്റിലാണ് നമ്മൾ പോകാൻ പോകണത്. ഈ വിയറ്റ്ജെറ്റിലല്ല, ജെറ്റ് സ്റ്റാർ അല്ലേ? ജെറ്റ് സ്റ്റാർ സോറി. ഈ ഫ്ലൈറ്റ് നമ്മൾ എന്തൊക്കെ സർപ്രൈസ് തരുമെന്നൊന്നും നമുക്ക് അറിയാൻ പാടില്ല. ഈ ആണ് നമ്മുടെ സ്ഥലം. നമ്മൾ വിചാരിച്ച അവിടെ ഒട്ടും ആൾക്കാരില്ല, പക്ഷേ ഇവിടെ അത്യാവശ്യം ആൾക്കാരുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് 7 ആണ്. അവിടേക്ക് ഇച്ചിരി അധികം തിരക്കുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ വിൻഡോ സീറ്റ് കിട്ടി. നോക്ക് എന്താണെന്നറിയാമോ, എല്ലാ ഫ്ലൈറ്റിലും താങ്ക് യു, എല്ലാ ഫ്ലൈറ്റിലും വിൻഡോ സീറ്റ് കിട്ടുമ്പോൾ സുഖത് വേറെ തന്നെയാണ്. നീ എങ്ങനെ സാക്രിഫൈസ് ചെയ്യണേ? കല്യാണം കഴിഞ്ഞ അങ്ങനെ അല്ലേ? നമ്മളപ്പോ അമ്മച്ചീനെയും പപ്പേനെയും ഒക്കെ വിളിച്ചു. അപ്പൊ ഒരു ഹൈ പറഞ്ഞേ. തീവ്രവാദിയാന്ന് പറയുന്നതുപോലെ ഞാൻ ഇരിക്കണം. ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സൺസെറ്റും ഈ വ്യൂവും ഞാൻ ഇന്നേ വരെ ഫ്ലൈറ്റിൽ ഇരിക്കുന്ന സമയത്ത് ഞാൻ കണ്ടിട്ടില്ല. അത്രയും ബ്യൂട്ടിഫുൾ ആണ്. നമുക്ക് എന്ത് രസം കാണാന്ന്. മെനു നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട് ഷാരോ? നമ്മൾ നേരത്തെ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതിന് പകരം നമ്മളിപ്പോൾ ഇവിടെ ഒരു പീസോ സൂപ്പ് ഓർഡർ ചെയ്ത് ഒരു ഗ്രീൻ ടീ കൂടെ ഓർഡർ ചെയ്തു. ഞാൻ പോയപ്പോഴേ ശരിയായില്ല. ഈ പ്രാവശ്യം എൻ്റെ എയർപോർട്ടിൽ സെറ്റ് ആവണില്ല. എമിലി പാരീസിന്റെ പുതിയ സീസൺ ഇറങ്ങിയിട്ടുണ്ട്. ഞാനാണെങ്കിൽ എല്ലാ എപ്പിസോഡ്സും ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ കാണാൻ പറ്റില്ല. ഓരോ സീരീസ് ഒക്കെ റെക്കമെൻഡ് ചെയ്യുന്നതാണ്. ഇതിനേക്കാളും വലിയ അബദ്ധം ഇനി പറ്റാനില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഡൗൺലോഡ് ചെയ്തതൊക്കെ ഞാൻ ഓൾറെഡി കണ്ട സീസൺ ആയിരുന്നു. കണ്ട സാധനം തന്നെ പിന്നെയും റിപ്പീറ്റ് അടിച്ച് കാണാൻ എനിക്ക് ആഗ്രഹമില്ലാത്തതുകൊണ്ട് അത് ഞാൻ ഐസായിട്ട് എടുത്ത് വെച്ചു. അങ്ങനെ ഫൈനലി നമ്മളിവിടെ സൗണ്ട് അടഞ്ഞിരിക്കുകയാണ്. ബാലി എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയിട്ട് പേപ്പർ സ്റ്റാച്യൂസും ഉണ്ട്. ജസ്റ്റ് ഒന്ന് ഷോർട്ടായിട്ട് കാണിച്ചു തരാം. ഇതാണ് ഇറങ്ങിയ എയർപോർട്ട്. എന്നാലും ഒരു ചെറിയൊരു സാധനം നിങ്ങളെ കാണിച്ചു തരാറുണ്ട്. ഈ ഒരു വീഡിയോ ഉള്ളൂ. അത് കണ്ടിട്ടോ we're staying here tonight, going back in the morning. Tomorrow afternoon, we'll head back to the Gold Coast again. കണ്ടോ? എനിക്ക് ഭയങ്കര സന്തോഷമായിപ്പോയി. ഞാനത് കയറി കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചായിരുന്നു ഇങ്ങനെ കണ്ടോട്ടെ, കോക്പിറ്റ് കണ്ടോട്ടെ എന്ന് ചോദിച്ചായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു ഹാൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ
പൈലറ്റിൻ്റെ അടുത്ത് ചോദിച്ചു നോക്കാം. പൈലറ്റിന് ഓക്കെ ആണെങ്കിലും നമ്മൾ ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു, നമുക്ക് ലാസ്റ്റാണ് പോരാൻ പറ്റുള്ളൂ. പിന്നെ നമുക്ക് ഓൾറെഡി സമയമുണ്ട്. നമ്മൾ വെയിറ്റ് ചെയ്ത് കോക്പിറ്റ് കയറി കണ്ട് എല്ലാം ഇങ്ങനെ സംസാരിച്ച് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞു തന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ എടുത്തോട്ടെ ചോദിച്ചത്. ഫോട്ടോസൊക്കെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഓൾറെഡി ഇമിഗ്രേഷൻ ക്ലിയർ ചെയ്യാൻ വേണ്ടി നിൽക്കണം. അപ്പം ഞാൻ ഈ ഒരു സ്റ്റാച്ചു കണ്ടേ ഇപ്പം എന്താ സംഭവം എന്ന് കാണാൻ വേണ്ടി വന്നേക്കാം. അലി മഹാൻ എന്തോ ഒരു സംഭവം. എനിക്ക് ലാൻഡിങ്ങിൻ്റെ ടൈമിൽ അത്ര പ്രോപ്പറായിട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ലായിരുന്നു. കാരണം ഓൾറെഡി ഡോക്ടർ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ലാൻഡിങ്ങിൻ്റെ സമയത്തും ടേക്ക് ഓഫിൻ്റെ സമയത്തും ഇങ്ങനെ കുറച്ച് ഇങ്ങനെ നമുക്ക് ചെവിയിലോ അല്ലെങ്കിൽ തലയിലൊക്കെ കുറച്ച് പെയിൻ പോലെ വരുമായിരിക്കും എന്ന് പറഞ്ഞായിരുന്നു. എൻ്റെ സമയത്ത് എനിക്കൊരു കുഴപ്പമുണ്ടായില്ല. അപ്പോൾ ഞാനോർത്ത് ഭയങ്കര സ്മൂത്തായിരിക്കും ലാൻഡിങ് ഒക്കെ നല്ല സ്മൂത്തായിരുന്നു. പക്ഷേ എനിക്ക് അത്ര സ്മൂത്തായിരുന്നില്ല. അതുള്ളൂ ഈ ഭയങ്കര തലവേദനയായിരുന്നു. അപ്പോൾ എനിക്ക് ഫോൺ എടുക്കാൻ പോലും പറ്റിയില്ല. അതാണ് ഞാൻ ആ സമയത്ത് ഫോൺ എടുത്ത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റാറ്. അങ്ങനെ നമ്മൾ ബാലിയിൽ എത്തി. നമ്മൾ ഇമിഗ്രേഷൻ ക്ലിയർ ചെയ്തു, കസ്റ്റംസ് ക്ലിയർ ചെയ്ത് അങ്ങനെ എല്ലാം പടപടയെന്ന് തീർക്കാൻ പോകണം. അത്ര പടപടയായിരുന്നില്ല. നമ്മളൊരു ഊബറൊക്കെ വിളിച്ച് വീട്ടിൽ പോട്ടെ, വീട്ടിലല്ല നമ്മൾ ഹോട്ടലിൽ പോട്ടെ. എന്നിട്ട് ബാക്കി വിശേഷങ്ങൾ അടുത്ത പാട്ടായിട്ട് കാണാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ഫ്രം റോസസ് ടാക്കസ്ട്രീ. നമ്മൾ ബാലിയിൽ വന്നിപ്പോൾ ഇറങ്ങിയതാട്ടോ. ഇത് കണ്ടു കഴിഞ്ഞാൽ തോന്നുന്നു നമ്മളേതാണ്ട് മറ്റേ റെഡ് കാർപ്പറ്റിൽ വന്ന് ഇറങ്ങിയ ഫീലാണ്. എല്ലാവരും മറ്റേ നെയിം ബോർഡൊക്കെ വെച്ചിട്ട് നിൽക്കുന്നുണ്ട്. നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനത്തെ ഒരു സ്റ്റാച്ചു, അധികം ചൂടാണ് അവിടെ. ഒരു റെഡ് കാർപ്പറ്റിൽ കൂടെ നടക്കണ ഒരു ഫീലില്ലേ പറ്റാ. എല്ലാവരും മറ്റേ ഇതും ബോർഡ് സംഭവങ്ങളൊക്കെ വെച്ച് നമ്മൾ ഭയങ്കര ഫേമസ് ആയി. കൊള്ളാം.